ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കഥ പറയാൻ പോകുന്നത് ആരെക്കുറിച്ചാണെന്നറിയാമോ? നമ്മുടെ ഒരു ദിനോസർ കുഞ്ഞൻ. അവൻ താഴെ ആ മലഞ്ചെരുവിൻ്റെ ഇടുക്കിലിരുന്ന് കളിക്കുന്നത് കണ്ടോ? അവനാണ് നമ്മുടെ പച്ചക്കുട്ടൻ. ഈ പച്ചക്കുട്ടൻ്റെ കഥയാണ് നമ്മളിവിടെ നിന്ന് അവതരിപ്പിക്കുന്നത് കേട്ടോ കൂട്ടുകാരെ. ഓക്കെ, പച്ചക്കുട്ടന് കളിക്കാൻ ആരുമില്ല കേട്ടോ. അവൻ തന്നെ ഉള്ളൂ ഈ മലയിടുക്കിൽ. അവൻ തന്നെ ഇവിടെ ഇരുന്ന് കളിക്കും. ആകെ ഉള്ളത് അവൻ്റെ അച്ഛൻ മാത്രമാണ് അവനൊരു കൂട്ട്. അതാ അച്ഛൻ മോളിൽ ഇരുന്ന് എപ്പോഴും ഇവനെ ഇങ്ങനെ വാച്ച് ചെയ്യും. കാരണം അവനൊന്ന് കണ്ണ് തെറ്റിയാൽ ദൂരേക്ക് പൊയ്ക്കളയും. അച്ഛനെയൊക്കെ വിട്ടങ്ങ് വളരെ ദൂരേക്ക് പൊയ്ക്കളയും. ഈ മലയിടുക്കിൽ ഇവൻ്റെ അച്ഛനും മാത്രമാണ് കൂട്ടുകാരെ താമസം കേട്ടോ. അതുകൊണ്ട് അവന് കളിക്കാൻ ആകെയുള്ളത് അവൻ്റെ കുഞ്ഞു കുറേ ടോയ്സുകളാണ് കേട്ടോ. അവൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ശബ്ദം എന്താണെന്നറിയാമോ? അവൻ്റെ അച്ഛൻ്റെ ഒരു വിളിയാണ്, കുഞ്ഞാ. എന്താ? നീ എന്തെടുക്കുവാണ് അവിടെ? ഞാൻ കളിക്കുവാ. നോക്കി കളിക്കണം കേട്ടോ. നമ്മളെ അറിയാവുന്നവരൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് നീ നോക്കിയും കണ്ടും കളിക്കണേ. ദൂരെങ്ങും പോകല്ലേ കേട്ടോ. ഇതാണ് കുഞ്ഞ്. കൂട്ടുകാരെ, ഈ കുഞ്ഞൻ എപ്പോഴും കേൾക്കുന്ന ആകെ ഒരു ശബ്ദം. അവനതുകൊണ്ട് ആകെ വിഷമത്തിലാണ് കേട്ടോ. അവനതുകൊണ്ട് ഈ താഴ്വരയിൽ വന്ന് ഇങ്ങനെ തനിയെ കളിക്കും. അവനെ നോക്കി അച്ഛൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കും കൂട്ടുകാരെ. അപ്പോൾ അവനെന്നും ഓരോരോ പരാതിയായിട്ട് അച്ഛൻ്റെ അടുത്ത് ചെല്ലും. കുഞ്ഞാ, എങ്ങും പോകരുത് കേട്ടോ. പിന്നെ ഇല്ലേ, ഞാൻ അപ്പുറത്തെ വാലിയിലുള്ള വില്ലയിൽ പോയിക്കോട്ടെ കളിക്കാൻ. അയ്യോ, അത് കുറെ ദൂരെയല്ലേ മോനെ. അങ്ങനെ ദൂരെ പോയി കളിച്ചാൽ ആരെങ്കിലും മോനെ അപകടപ്പെടുത്തില്ലേ? എനിക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും അവിടെ. ഓക്കെ, ഒന്ന് പൊയ്ക്കോ. പക്ഷേ ഞാൻ ഇവിടുന്ന് അവിടെ വരെ നോക്കും കേട്ടല്ലോ. നോക്കി കണ്ടും കളിക്കണം. അവിടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവിടെ കളിച്ചോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ശത്രുക്കളെ സൂക്ഷിക്കണം കേട്ടോ മോനെ. പോയിട്ട് വരാമേ. ഓക്കെ മോളെ. ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല എനിക്ക് കളിക്കാൻ. ആരും ഇല്ലേ? സർക്കസിനകത്തോട് പോയിട്ട് എടാ, ഒരു പച്ച കുന്ത്രാണ്ടം വരുന്നല്ലോ. അതെന്തുവാ? അയ്യോ, ഇതെന്തോ? ഇത് പിന്നെ ആരാ ഇത്? അയ്യോ, ഇത് നമ്മുടെ കൂട്ടത്തിലുള്ളതല്ലല്ലോ. അയ്യോ, നമ്മുടെ ഡ്രാഗൺ അമ്മച്ചിയെ വിളിക്കണോ? ഇത് നീ വീണോടാ? അയ്യോ, നിന്നിരി. അതല്ലടാ, ഡ്രാഗൺ അമ്മച്ചിയോട് പറയണോ എന്തോ ഒരു ഐറ്റ് ഇത് വേറെ എങ്ങാണ്ടൊന്നും വന്നേക്കോ കേട്ടോ. നിങ്ങൾ എവിടെ ഉള്ളതാ? ഞാൻ ഇവിടെ തന്നെ അടുത്തുള്ളതാ. കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ചോദിക്കടാ, നീ ചോദിക്കാ. ഞാൻ ചോദിക്കത്തില്ല, എനിക്ക് പേടി. നീ ഒരുമിച്ചിക്കടാ. എടാ എവിടെ നിന്ന് വന്നതാ നിങ്ങൾ? പറ, വീഴാതടാ. ആണോ? അയ്യോ, ഞങ്ങളുടെ കൂടെ കളിക്കണേ. ഞങ്ങളുടെ അമ്മച്ചി വഴക്ക് പറയും. കാരണം ഞങ്ങളുടെ കൂട്ടുള്ളവരോടെ കളിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. ആണോ? ഇനി അടുത്ത് വാ. അയ്യോ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഈ രീതിയിലല്ലല്ലോ ഞങ്ങളിരിക്കുന്നേ. കളർ എന്താ പച്ച? നിനക്ക് ഒരാളേ ഉള്ളൂ. ഞങ്ങൾ 2 പേരുണ്ടല്ലോ. ഞാൻ ഒരാളേ ഉള്ളൂ. എനിക്ക് ബ്രദറും സിസ്റ്ററൊന്നും ഇല്ല. ഇവിടെ വീഴാതടാ. ഞാനും വീണോ? ഞാനും വീണു. നോന്നിരിക്കോ? ഓക്കെ, നമുക്ക് കളിക്കാം. എന്നാലും നിങ്ങൾ എൻ്റെ കൂടെ കളിക്കുന്ന ഞങ്ങളുടെ കൂടെ. നമുക്ക് 2 പേരേ ഉള്ളൂ. നമുക്കിപ്പോൾ 3 പേരില്ലേ? 3 പേരൂടെ ചേർന്ന് കളിക്കരുതോ? പിന്നെ കൂട്ടുകാർ വരും. അങ്ങ് ദൂരെയുള്ള വാലിയിലെ വേറെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവർ പിന്നെ കളിക്കാൻ വരത്തുള്ളൂ. അവരുടെ അച്ഛനും അമ്മയൊക്കെ വീട്. അവർക്ക് എക്സാം നടക്കുവല്ലേ. എക്സാം നടക്കുക. നിനക്ക് പരീക്ഷ സ്കൂളൊന്നുമില്ലേ? ആണോ? അത് ശരി. ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴും പഠിത്തമാ. ഹോംവർക്കുകൾ ഒത്തിരി ചെയ്യണം. നിനക്ക് ഹോംവർക്കും ഇല്ല? എനിക്ക് ഒരു കുന്തമില്ല. എനിക്ക് ഞാൻ പോയിട്ട് വരില്ല സ്കൂളിൽ.
അത് ശരി. നിന്റെ അമ്മ ഞങ്ങളോട് കളിച്ച വഴക്ക് പറയില്ലേ? എൻ്റെ അമ്മയോ? എൻ്റെ അമ്മ ഓക്കേ എന്ന് പറഞ്ഞില്ലേ? അത് ശരി. ഓക്കെ, നമുക്കെന്നാ കളിക്കാം. ഇന്ന് കളിക്കാം. എൻ്റെ കൂട്ടുകാരിപ്പോൾ വരും, വിളിക്കട്ടെ? ആ